ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം. പാലും തേനും തരാമെന്ന് പറഞ്ഞാലും സംഘപരിവാറിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അധികാരമുള്ളവർക്കൊപ്പം മാത്രം നിൽക്കുക എന്ന നിലപാട് ജനാധിപത്യ ചേരിക്കൊപ്പം നിൽക്കുമ്പോഴേ സ്വായത്തമാകൂ എന്നത് പുരോഹിതർ മനസ്സിലാക്കാൻ അല്പം സമയമെടുത്തു. ഇപ്പോഴിതാ സംഘപരിവാർ തനി നിറം കാണിച്ചിരിക്കുന്നു. മതപരിവർത്തനം ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചിരിക്കുകയാണ് BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാർ. കൂടെ പെൺകുട്ടികളെ കണ്ടെന്ന കാര്യം പറഞ്ഞും നിർബന്ധിച്ച് മതപരിവർത്തനത്തിനും മതപ്രബോധത്തിനും കാരണമാക്കുന്നു എന്നും കണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചത്. ഇതുമാത്രമല്ല, ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലേക്ക് ഈ സഹോദരിമാരെ എറിഞ്ഞുകൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അന്തർ സംസ്ഥാന ദേശീയ രാജ്യാന്തര പ്രത്യാഘാതമുള്ള കേസുകളാണ് സാധാരണഗതിയിൽ NIAയുടെ അന്വേഷണ പരിധിയിലൊക്കെ വരിക. എന്നാൽ ഇവിടെ ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യപ്രകാരം മതപ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള സ്വാതന്ത്ര്യത്തിനുമേൽ കൈകടത്തി പോലീസ് സ്റ്റേഷനിൽ പോലീസ് നോക്കി നിൽക്കെ ക്രൂരമായ ചോദ്യം ചെയ്യലിനും അബ്യൂസിനും വിധേയരായി ഇവരെ നിർത്തുമ്പോൾ തൃശ്ശൂരിലടക്കം വോട്ട് ചെയ്ത BJPക്ക് ഒരു MP സമ്മാനിച്ചതിൽ ഇപ്പോഴെങ്കിലും മതപുരോഹിതർ ഖേദിക്കുന്നുണ്ടാകണം. സംഘപരിവാറിൻ്റെ അജണ്ടയിലെ 3 ലക്ഷ്യങ്ങളിൽ മുസ്ലിങ്ങൾ കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളും പിന്നെ കമ്മ്യൂണിസ്റ്റുകളുമാണ്. ചരിത്രവും സൂചനകളും അറിയുമായിരുന്നിട്ടും സംഘപരിവാർ കേക്കും മധുരവും സമ്മാനിച്ചപ്പോൾ അതിൽ അറിയാതെ ചില ബിഷപ്പുമാർ വീണുപോയി. ഇസ്ലാം വിരുദ്ധതയും തീവ്ര മുസ്ലിം വിരോധവും സംഘപരിവാർ പ്രചരിപ്പിച്ചപ്പോൾ കാസ പോലുള്ള തീവ്ര ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ സംഘപരിവാറിൻ്റെ പടവാളായി മുന്നിൽ നിന്നപ്പോൾ അവരെ സംരക്ഷിക്കുകയും ഇക്കാലമത്രയും കേരളത്തിൽ ക്രിസ്തീയ സമൂഹം പുലർത്തിപ്പോന്ന സൗഹാർദ്ദ അന്തരീക്ഷത്തെ പോലും തകർക്കുന്ന തരത്തിൽ കാസ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ കാസയുടെ പിന്നിലുള്ള കരങ്ങളെ അറിയാനുള്ള തൃക്കണ്ണ് ചില പുരോഹിതർക്ക് നഷ്ടപ്പെടുകയായിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി സമ്മാനിച്ച സ്വർണ്ണ കിരീടത്തിൽ മതിമറന്നുപോയതോ അരമനകൾ കയറിയിറങ്ങിയുള്ള BJP സംഘപരിവാർ നേതാക്കളുടെ സൗഹാർദ്ദ പ്രസ്താവനകളിൽ വീണുപോയതുകൊണ്ടോ ഇന്ന് നിവർന്നു നിന്ന് സംഘപരിവാറിനോട് നോ പറയാൻ കഴിയാത്ത അവസ്ഥ കൈവന്നിരിക്കുകയാണ്. BJPയുടെയോ സംഘപരിവാറിൻ്റെയോ കേരളത്തിലെ ഒരു നേതാവും സംഘപരിവാറിനെതിരെയോ വിശ്വ ഹിന്ദു പരിഷത്തിനെതിരെയോ ഒരക്ഷരം ഉരിയാടിയത് നമ്മൾ കേട്ടിട്ടില്ല. സംഘപരിവാർ അങ്ങനെയാണ്. തങ്ങൾക്ക് മുമ്പിൽ കുനിയുന്നവരെ കൊണ്ട് മുട്ടിലിഴപ്പിക്കും. അതിനവർക്ക് പ്രത്യേക കഴിവുണ്ട്. അവരുമായി സഖ്യം ചേർന്നവരെ ഉള്ളിൽ കയറി കാർന്നു തിന്നും. BJP സഖ്യമുണ്ടാക്കി മത്സരിച്ച് വിജയിച്ച സംസ്ഥാനങ്ങളിലെ അവിടുത്തെ പ്രാദേശിക പാർട്ടികളുടെ മാത്രം കാര്യം എടുത്തു നോക്കുക. ഒന്നുകിൽ അവർ അധികാരത്തിൽ നിന്ന് പുറത്താണ്, ഇനി അധികാരത്തിലുള്ളവരാണെങ്കിൽ അനങ്ങാൻ കഴിയാത്ത വിഷമതയിലാണ്, അധികാരത്തിൽ നിന്ന് പോയവരാണെങ്കിൽ ഇനിയൊരിക്കലും അധികാരത്തിലേക്ക് തിരികെ എത്താൻ കഴിയാത്തത്ര വിധം അവരെ ക്ഷീണിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും, ആഭ്യന്തരമായും തദ്ദേശീയമായിട്ടുമെല്ലാം. ഇനി കേക്കുമായി വരട്ടെ, അപ്പോൾ കാണാമെന്ന കത്തോലിക്ക ബാവയുടെ പ്രസ്താവന ഒരു തിരിച്ചറിവിൽ നിന്നുള്ളതാകട്ടെ. ഒരു വശത്തുകൂടി പ്രീണനവും മറുവശത്തുകൂടി പീഡനവും നടത്തുന്നത് 2 തോണിയിൽ കയറിയുള്ള യാത്ര പോലെയാണെന്നും കത്തോലിക്ക ബാവ പറയുകയുണ്ടായി. ആരെങ്കിലും കേക്കും ലഡുവും തരുന്നത് കൊണ്ട് സുവിശേഷത്തിൻ്റെ ആദർശം മറന്നവരാണ് തങ്ങളെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടെന്ന് ജോസഫ് പംപ്ലാനിയും വ്യക്തമാക്കുമ്പോൾ നിങ്ങൾ അറിയണം BJP എന്തിനാണ് നിങ്ങൾക്ക് കേക്കും ലഡുവും തരുന്നതെന്നും മറ്റുമൊക്കെ. കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 60 സീറ്റ് പിടിക്കുമെന്നും അധികാരത്തിലെത്തുമെന്നോ നിർണായക ശക്തിയാകുമെന്നോ ഒക്കെ പറയുന്നത് ഈ ക്രിസ്ത്യൻ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടാണ്. അതിനായി പ്രത്യേക പദ്ധതികൾ വരെ BJP ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നടപ്പായാൽ BJP ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. ഒരു പക്ഷേ ഈ പദ്ധതി പാളുമോ എന്ന ഭയത്താൽ അമിത്ഷായുടെയോ കേന്ദ്രത്തിൻ്റെയോ ഒക്കെ ഇടപെടൽ കൊണ്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭ്യമായേക്കാം. എന്നാലും ഇക്കാണിച്ച ക്രൂരതയ്ക്ക് ആര് മറുപടി പറയും? അവർ അനുഭവിച്ച അപമാനത്തിന് എങ്ങനെ പരിഹാരം കണ്ടെത്തും? ഇനി അവർ ഇതാവർത്തിക്കില്ലെന്ന് എന്തുറപ്പുണ്ട്? കത്തോലിക്ക ബാവ തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞ പോലെ ഇത്തരം സംഘടനകളെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് പറഞ്ഞാൽ കേന്ദ്രം അതങ്ങ് സമ്മതിക്കുമോ? സംഘപരിവാർ അതിന് അനുവദിക്കുമോ? സംഘപരിവാർ ന്യൂനപക്ഷ വേട്ട നിർത്തുമോ? ഇല്ല എന്നത് യാഥാർത്ഥ്യമാണെന്നിരിക്കെ വെച്ചു നീട്ടുന്ന കേക്കിനുള്ളിലെ വിഷചഷകം ഏതാണെന്ന് തിരിച്ചറിയാനും ക്രിസ്തീയ സഭകൾക്ക് സാധിക്കണം. കാസയെപ്പോലെ തീവ്ര ക്രിസ്ത്യൻ ചിന്താഗതിക്കാരുടെ ചതിവലയങ്ങളെ തിരിച്ചറിയാനും പുരോഹിതർക്ക് സാധ്യമാകേണ്ടതുണ്ട്.